സലീം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ കാണുകയാണ്. അദ്ദേഹം ക്ഷോഭിക്കുകയാണ്. മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷുഭിതനാകുന്നു, ഇത്തരം ചോദ്യങ്ങൾ വേണ്ട എന്ന് പറയുകയാണ്. ഇത് പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഈ സമയത്ത്, വളരെ നിർണായകമായ ഒരു സമയത്താണ് ഇത്തരം അസ്വാരസ്യങ്ങൾ, പൊട്ടിത്തെറികളൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത്. അനുജ, കഴിഞ്ഞ കുറെ കാലമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ശരീരഭാഷയിൽ ഈ നിലയിൽ, അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളിൽ വി ഡി സതീശൻ സ്വീകരിക്കുന്ന നിലപാട്, താൻ പ്രതിപക്ഷ നേതാവാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ KPCC അധ്യക്ഷനോട് ചോദിക്കണം, അതല്ലെങ്കിൽ KPCC നേതൃത്വത്തോട് ചോദിക്കണം എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത്. അതേസമയം പാർട്ടിക്ക് ഗുണമുണ്ടാകുന്ന വിഷയങ്ങളിൽ അദ്ദേഹം പിന്നെയും പാർട്ടിക്കാരനാവുകയും അതിന് മറുപടി പറയുകയും ചെയ്യാറുണ്ട്. ഇന്നും സമാനമായ ശരീരഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതിർത്തികൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊക്കെ KPCC അധ്യക്ഷനോട് ചോദിക്കണമെന്നാണ്. ക്ഷുഭിതനായി മടങ്ങുകയാണ്. അതേസമയം പാർട്ടിക്ക് ഗുണമുണ്ടാകുന്ന നിലയിലുള്ള വാർത്ത വരികയാണെങ്കിൽ അദ്ദേഹം അതിൽ സംസാരിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ കുറേ കാലമായി കണ്ടതാണ്. അതിന് സമാനമായ രീതിയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും വലിയ പ്രശ്നം, വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനുള്ളിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ആദ്യ ദിവസം തന്നെ അത് പരിഹരിക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലായിരുന്നു നേതൃത്വത്തിനുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ചില സാങ്കേതിക കാര്യങ്ങളും ചില സാമുദായിക സമവാക്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് KM ഹാരിസിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷേ ഒരേ ഒരു പേര് പറഞ്ഞിട്ട് പോലും ഒഴിവാക്കി എന്നുള്ളതാണ് K മുരളീധരന്റെ അതൃപ്തിക്ക് കാരണം. മറ്റൊരു പേര് പോലും താൻ നിർദ്ദേശിച്ചിരുന്നില്ല. ഒപ്പം തന്നെ KM ഹാരിസിനെ ഒഴിവാക്കുകയായിരുന്നു, പട്ടികയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നുവെങ്കിൽ മര്യാപുരം ശ്രീകുമാറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തുകയെങ്കിലും വേണമായിരുന്നു എന്നും K മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ക്യാപ്റ്റൻ ഇല്ലാത്ത ജാഥാ സമാപനം ഇനി എന്ത് ന്യായീകരണം നിരത്തിയാലും ശരി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടിന് വഴിയൊരുക്കിയിട്ടുണ്ട്. അതാണ് ഭരണപക്ഷത്തിനെതിരെ വലിയൊരു ആയുധമാക്കി തന്നെ കോൺഗ്രസ് ഉപയോഗിച്ചതാണ്. അതിലാണ് ശബരിമല വിശ്വാസ സംരക്ഷണ ജാഥ തുടങ്ങിയത്. അതിന്റെ സമാപനം ഇന്ന് നടക്കാനിരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നില്ല കാസർഗോഡ് നിന്നുള്ള മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ K മുരളീധരൻ എന്നുള്ളതാണ് വലിയ വാർത്തയായി മാറിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നതാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 24ന്റെ ബിഗ് ബ്രേക്കാണ് ഈ വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.